പ്രൈസ് ദ ലോർഡ്. ഇന്ന് വചനധ്യാനത്തിനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭാഗം കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമുക്ക് വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 to 3. നമ്മുടെ ജീവനായ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇത് വളരെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. 1-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ താഴോട്ട് വായിച്ചെങ്കിലേ ഇതിൻ്റെ കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാവുള്ളൂ. അറ്റ്ലീസ്റ്റ് 2-ാമത്തെ ചാപ്റ്റർ. എന്നാൽ നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശദമായിട്ട് പോകുന്നില്ല. എന്നാൽ അതിനെ ഒന്ന് സാരാംശം അതിൻ്റെ പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നൽകി തന്ന വിലയേറിയ രക്ഷയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നിയമത്തിൻ്റെ കഠിനമായ നുകം ചുമന്നുകൊണ്ടിരുന്ന ഒരു ജാതിക്ക് അതിൽ നിന്നുള്ള ലിബറേഷൻ കർത്താവ് കൊടുത്തതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ അതിൻ്റെ മുകളിലൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നാമും പാപഭാരത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ കിടന്ന നമ്മെയും ആ നുകത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. Is it okay if I talk in Malayalam or you want English to be mixed? Yeah, okay. So this is what the Lord has done. We were also under bondage of sin. And the decree that Lord declared as the wages for sin was death, which was eternal alienation from God and His fellowship. ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള വേർപാട്, അതാണ് പാപത്തിൻ്റെ ശമ്പളമായി ദൈവം വെച്ചിരുന്നത്. അത് മരണമെന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. എന്നേക്കുമായിട്ടുള്ള ഒരു മരണം, ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള ഒരു അകൽച്ച, ഒരിക്കലും മടങ്ങി വരുവാനാവാത്ത വിധത്തിൽ അതിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ലോകത്തിൽ വരികയും നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഉഗ്രക്രോധം, the wrath of God, he bore it on his body and died for our sake. So he paid off that cost that we had to pay. നാം ഓരോരുത്തരും കൊടുക്കേണ്ടിയിരുന്ന ആ വില നമുക്ക് പകരമായിട്ട് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമുക്ക് പകരമായിട്ട്, അതിനെക്കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് കുരിശിന്മേൽ നമുക്ക് വേണ്ടി ചെയ്ത ആ ത്യാഗത്തെ പരാമർശിക്കുന്ന 2-3 വാക്യങ്ങൾ ഇതിൻ്റെ തൊട്ട മുകളിലത്തെ അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ 14th verse I just want to bring to your attention. അതൊന്ന് നോക്കിയാട്ടെ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: and having wiped out the handwriting of requirements that was against us, which was contrary to us, and he has taken it out of the way, having nailed it to the cross, we are required to walk with him in obedience. Praise the Lord. മലയാളത്തിൽ ഇത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വായിക്കാം. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത് വായിച്ചോ. 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചിട്ട്, നമുക്ക് എതിരായിട്ടുണ്ടായിരുന്ന ചട്ടങ്ങൾ, നിയമം എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, the writings which was against us as per the law which I just mentioned a couple of minutes back. The law unambiguously stated that a sinner had to die. Praise the Lord. Death was the penalty kept for all sinners. പാപിക്ക് വെച്ചിരുന്ന മരണമാണ്. അതാണ് നിയമം പറയുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. സോ എവ്രിബഡി വാസ് കൗണ്ടഡ് ആസ് സിനേഴ്സ്.
എന്നാൽ അപ്പൊ ഈ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ നിയമം എങ്ങനെയായിരുന്നു അറിയാമോ? മരണം. ഓരോരോ ലംഘനങ്ങൾക്കും. അതിനായിരുന്നു ഇവർക്ക് എന്നും സമാഗമന കൂടാരത്തിലും ആലയത്തിലും യാഗം ഒരു നിത്യ പരിപാടിയായിരുന്നു. പാപയാഗങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഓരോരോ പാപങ്ങൾക്കും മനുഷ്യന് ഒരു ബലിയർപ്പിക്കണമായിരുന്നു, രക്തം ചിന്തണമായിരുന്നു. ബ്ലഡ് ഈസ് ദ എലിമെന്റ് ഓഫ് ലൈഫ്, ദ ബേസിസ് ഓഫ് ലൈഫ്, ദൈവവചനം പറയുന്നു. അപ്പോൾ ആ ബ്ലഡ് ഷെഡ് വാസ് മാൻഡേറ്ററി ഫോർ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻ. പാപം ചെയ്ത മനുഷ്യന് പകരമായിട്ട് രക്തം ചിന്തുക അനിവാര്യമായിരുന്നു. അതാണ് ദൈവം നിയോഗിച്ചത്. അപ്പം നമുക്ക് നാം ചെയ്ത ലംഘനങ്ങൾക്ക് നമ്മുടെ പേരിന് എഗൻസ്റ്റ് ആയിട്ട് ഓരോ പാപങ്ങൾക്കും ഡെത്ത് വാറന്റ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾ പാപം ചെയ്യാൻ, ഓർമ്മയിൽ പാപം ചെയ്യാൻ തുടങ്ങി ചിലപ്പം ഒരു 3 വയസ്സൊക്കെ ആയി കാണും അല്ലേ? 3-4 വയസ്സുള്ളപ്പം അതിന് മുമ്പേ പിള്ളേർ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. മോനെ അവിടെ തുടരുതെന്ന് പറഞ്ഞാൽ പോയി തൊടും. കുഞ്ഞുങ്ങളോട്, എനിക്കും കൊച്ചു പിള്ളേർ, ഇപ്പം കൊച്ചുമക്കളുണ്ട്, അവരോട് ഇലക്ട്രിക് പോയിന്റ്, മോനെ ഡോണ്ട് ടച്ച് ദാറ്റ്, അവിടെ പോയി തുടരുത് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും പോയി അവിടെ തൊടും. അതിലും ബെറ്റർ മോനെ ഗോ ആൻഡ് ടച്ച് ദാറ്റ്, ഇറ്റ്സ് സോ നൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം തൊടാതിരിക്കും. പാപത്തിൻ്റെ ആ ബേസിക് ജീൻസ് പരമ്പരാഗതമായിട്ട് ആദം മുതൽ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുക. അതുകൊണ്ട് ഈ കുഞ്ഞു പ്രായം തൊട്ടേ ഈ പാപത്തിൻ്റെ ചേഷ്ടകൾ വരുന്നു. അപ്പോൾ ഓരോരോ പാപങ്ങൾക്കും ദൈവം വെച്ചിരുന്ന ഡിഗ്രി മരണമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ 3-4 വയസ്സ് തൊട്ട് ഇങ്ങോട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഒരു ദിവസം ഒരു 100 പാപം, അല്ലെങ്കിൽ പോട്ടെ 10, നിങ്ങളൊക്കെ നല്ല ആളുകളാണ്, 10 പാപം 2, അപ്പോൾ ഒരാഴ്ച എത്ര? 70ആയി. 10 പറയുന്നുള്ളൂ, അതിലൊക്കെ എത്ര അപ്പുറമാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഓരോരോ പാപങ്ങൾക്കും എന്തുവാ? മരണം, മരണം, മരണം. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും പേരിനെതിരായിട്ട് നിയമം എഴുതിയിരുന്ന ഡെത്ത് വാറന്റ് അസംഖ്യമാണ്. ഇന്യൂമറബിൾ ഡെത്ത് വാറന്റ്സ്. അതാണ് കർത്താവ് തൻ്റെ രക്തത്താൽ വൈപ്പ് ഔട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹി വൈപ്ഡ് ഇറ്റ് ഔട്ട് ഓൺ ദ ക്രോസ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് 2:14. ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്ത്, ഓരോ പാപത്തിനും എതിരായിട്ട് ദൈവത്തിൻ്റെ രേഖയായിരുന്നു മരണം, മരണം, മരണം. അങ്ങനെയെങ്കിൽ ഈ ജെയിംസ് ആകുന്ന ഞാൻ ലക്ഷോപലക്ഷം പ്രാവശ്യം മരിക്കേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തന്നു. ആകയാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ വളരെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് ദൈവവചനം പ്രസ്താവിപ്പാനായിട്ടുള്ള കൃപ ദൈവം തന്നാണ്. പാപം ക്ഷമിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. That is the greatest act of kindness and mercy that the Lord exhibited on the cross of Calvary. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ പാട്ട് പാടിയപ്പം പിന്നെ നമ്മുടെ ബ്രദർ അത് പാട്ട് പാടിയപ്പം എനിക്ക് കരച്ചിൽ പിടിച്ചെടുക്കാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ കണ്ണിൽ കൂടെ വെള്ളം കണ്ണുനീര് വന്ന് എനിക്കറിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ധ്യാനിക്കണം കേട്ടോ. ഇറ്റ് ഷുഡ് റിഫ്ലക്റ്റ്, യു ഷുഡ് റിഫ്ലക്റ്റ് അപ്പോൺ ഇറ്റ്. അപ്പോഴേ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവും. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴം ഇത് നാവാൽ വർണ്ണിപ്പാൻ അസാധ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്യൂമറബിൾ ഡെത്ത് നമ്മൾ അണ്ടർഗോ ചെയ്യേണ്ടതായിരുന്നു. ദൈവത്തോട് അടുക്കുവാൻ യാതൊരു കാരണവശാലും സാധ്യമല്ലായിരുന്നു. എന്നാൽ പുത്രൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയതുകൊണ്ട്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നതുകൊണ്ട്, അവൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ കടന്നു വന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തലയുയർത്തി അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള പുത്രത്വത്തിൻ്റെ അവകാശം അല്ലേ പാസ്റ്ററേ? വാട്ട് എ ഗ്രേറ്റ് പ്രിവിലേജ്. നമ്മൾ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. യഹൂദന്മാരെക്കാൾ ശ്രേഷ്ഠമായ ക്ലാസ്സാണ് നമ്മൾ. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ ക്ലാസ്. കാരണം എന്താണെന്നറിയാമോ? ദൂതർക്കും കൂടെ അവകാശം ലഭ്യമല്ലാതുള്ള രക്ഷാദൂത് അറിയിപ്പിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. വാട്ട് എ പ്രിവിലേജ്. പ്രൈസ് ദി ലോർഡ്. നോട്ട് ഈവൻ ദി ഏഞ്ചൽസ് ഹാവ് ദാറ്റ്. ഓ, ജീസസ് മെയ്ഡ് us partners with him in carrying out this gospel to the unreached. Praise the Lord. What a great privilege that the Lord has given. അപ്പോൾ this is what Christ done. അതിനെ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ മുകളിൽ ഈ പറഞ്ഞ ഈ അതുല്യമായ ഈ രക്ഷയുടെ കാര്യം പ്രസ്താവിച്ച ശേഷം അപ്പോസ്തലനായ പൗലോസ് നമ്മളിപ്പോൾ വായിച്ച ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് അപ്പോസ്തലൻ തൻ്റെ ശ്രദ്ധ തിരിക്കുക. അതുകൊണ്ടാണ് ആകയാൽ എന്ന വാക്ക് അവിടെ പറഞ്ഞത്. Therefore
Having mentioned all those background informations, now he is coming to the conclusion. He is telling that, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. Set your affection, set your eyes, set your interest, set your visions on the top, on above, and not on things below. Praise the Lord. ഇവിടെ ആകരുത് നമ്മുടെ ശ്രദ്ധ, ഇവിടെ ആകരുത് നമ്മുടെ ലക്ഷ്യം, ഇവിടെ ആകരുത് നമ്മുടെ എല്ലാം ഉന്നതത്തിലായിരിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് കണ്ണു പറിക്കുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ ലയിച്ച് കിടന്ന നാം, we were involved in the system of this world, and therefore it is not that easy to separate ourselves. നമ്മളെ തന്നെ ഇതിൽ നിന്ന് വേർപെടുത്തുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. Not very easy. On your own you can never do it. സ്വന്തമായിട്ട് ഒരിക്കലും സാധ്യമല്ല. And that is why God has given us His Holy Spirit. Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഈ താഴോട്ട് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ കണ്ണുകളെ, നമ്മുടെ ദൃശ്യത്തെ അതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് തലയൊക്കെ ഒന്ന് പൊക്കിയിട്ട് മുകളിലേക്ക് നോക്കുവാനായിട്ടാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ല, പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉപകരണമല്ല കേട്ടോ. രണ്ട് അന്യഭാഷ പറയാനോ പ്രവചനം പറയുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായിട്ട് പരിശുദ്ധാത്മാവിനെ ബിലിറ്റിൽ ചെയ്യരുത്. ഡോണ്ട് ലോവർ Holy Spirit to that level. Holy Spirit is there to handhold us, to help us walk this faith. Praise the Lord. ഈ വിശ്വാസ ജീവിതം നടത്തുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുക. എന്നാൽ ദുഃഖസമേതം പറയേണ്ടിയിരിക്കുന്നു, നമ്മുടെ വിശ്വാസഗോളത്തിൻ്റെ കണ്ണ് മുകളിലേക്കല്ല, മിക്കവാറും ഒക്കെ താഴേക്ക് തന്നെയാണ്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ, ഇവിടുന്ന് എന്തെങ്കിലും നന്മ കിട്ടുമോ, അവിടെ പോയാൽ കിട്ടുമോ, ഇവിടെ പോയാൽ കിട്ടുമോ, ഈ ഒരു ലക്ഷ്യം പ്രവാചകന്മാരുടെ അടുക്കൽ കൂടും, പ്രാർത്ഥനക്കാരുടെ അടുക്കൽ പോകും. ഉപവാസ പ്രാർത്ഥന എല്ലാ സഭകളിലും നിരന്തരമായിട്ടുണ്ട്. ഇവിടെ കുറവായിരിക്കും. കേരളത്തിൽ അത് വലിയ ഉത്സവമാണ്. ഈ ഉത്സവത്തിലെല്ലാം എന്താണ്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ എന്ത് പ്രാപിക്കും, ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഈ ലോകത്തിൽ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകും, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ എൻ്റെ പിള്ളേർ പോകുമോ, ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ശൈലികൾ. മഞ്ഞ് പെയ്യുന്ന നാട് കാണുന്നു എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് ഈ പാവങ്ങൾ അങ്ങ് ആവേശം കൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അല്ല. ഈ ലോകത്തിലെ നന്മകൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മരിച്ച് ഈ മണ്ണിൽ ലയിച്ച് എന്നേക്കുമായിട്ട് ഈ മണ്ണിൻ്റെ കീഴെ പോകാനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മുടെ കണ്ണുകളെയൊക്കെ ഒന്ന് പൊക്കി ഉയരത്തിലേക്ക് നമ്മുടെ ദൃശ്യത്തെ, നമ്മുടെ കണ്ണുകളെ, കാഴ്ചകളെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റേൺ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ കാണുവിടുന്ന ഞാൻ കരുതുക. അവിടെ ഒരു നിരന്തരം കാഴ്ചയാണ് പന്നിയെ കൊണ്ടുപോകുന്നത് ഈ അറക്കാനായിട്ട്. അറവുശാല ഫോർ ബുച്ചറിങ് ദിസ് പിഗ്സ് ആർ ക്യാരിഡ്. ഇറ്റ്സ് എ വെരി ഫണ്ണി വേ ഓഫ് ക്യാരിങ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പന്നിയെ കൊണ്ടുപോകുന്നത്, കൊല്ലാൻ കൊണ്ടുപോകുന്നത്? ഇല്ല. പന്നിയെ കൊണ്ടുപോകുന്നത് അതിൻ്റെ രണ്ട് കാലും ഒരു പോളയിൽ, ഒരു കമ്പയിൽ കൂച്ചിക്കെട്ടി, അത് ബാംബൂ പോളായിരിക്കും, അതിൽ കൂച്ചിക്കെട്ടി ആണ് ഈ പന്നിയെ കൊല്ലാൻ കൊണ്ടുപോകുന്നത്. ഈ പന്നി ആദ്യമായിട്ട് നീലാകാശം കാണുന്ന ഈ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഇറ്റ് സീസ് ദ ബ്ലൂ സ്കൈ. ഒന്നതിന് പൊക്കാൻ പറ്റില്ല തല. അതുവരെ ഇത് കാണുന്നത് എങ്ങോട്ടാ? ഈ മണ്ണ്. ഈ മണ്ണിലെ ചപ്പും ചവറുമാണ് അതിൻ്റെ ലോകം. അതിൻ്റെ മുകളിൽ ഒരു ലോകമുണ്ടെന്നുള്ളത് ഇതിനറിയില്ല. അതാകെ കാണുന്നത് കൊല്ലം കൊണ്ടുപോകുമ്പോഴാണ്. ബട്ട് ദാറ്റ്സ് എ ഫൈനൽ ജേർണി. അൺഫോർച്ചുനേറ്റ്ലി അവസാനത്തെ യാത്രയുമാണ്. പിന്നീട് ഒരു തിരിച്ചുവരവും ഇല്ല. ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്, നമ്മുടെ ദൃഷ്ടി ഇതുപോലൊക്കെ ആണോ? ഒരപകടം വരുമ്പോൾ, ഒരനർത്ഥം വരുമ്പോൾ, ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി കരയാൻ വേണ്ടി മാത്രമുള്ളൊരു ജീവിതമാണോ നമ്മുടേത്? അതോ നന്നായിരിക്കുമ്പോൾ, എല്ലാം ശുഭമായിരിക്കുമ്പോഴും, യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കുമ്പോഴും, പ്രതിസന്ധികളില്ലായിരിക്കുമ്പോഴും ഉയരത്തിലേക്ക് നോക്കി കണ്ണുനീരൊരുക്കുന്ന ഒരു സ്വഭാവം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കുണ്ടോ? അതാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മണ്ണെ പ്രതി അല്ല നിങ്ങൾ ജീവിക്കുന്നത്, അതിനുപരിയായിട്ട് ഉയരത്തിലുള്ള മാണിക്യത്തെ നിങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ദിസ് വേർഡ് വെരി ക്ലിയർലി ടെൽസ്.
Our focus must be on high, not on material things below. ദാവീദ് 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, one thing I have desired of the Lord. ഞാൻ ഒരേ ഒരു കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ എനിക്കൊന്നിരിക്കണം. ആ മന്ദിരത്തിൻ്റെ മനോഹാരിത എനിക്കൊന്ന് കാണണം, അതൊന്ന് ആസ്വദിക്കണം. അവിടെ ഞാൻ കാവൽക്കാരനായിട്ടിരിക്കാന്നാലും വേണ്ടുകയില്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയാലും ഐ വിൽ ബി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. പ്രിയ സഹോദരങ്ങളെ, ദാവീദ് രാജാവിന് ഈ ദേവാലയത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസിനോടുള്ള ആ ആഗ്രഹം, ആവേശം എത്ര വലുതായിരുന്നു! അങ്ങനെയെങ്കിൽ അതിലൊക്കെ അപ്പുറമായിട്ട് സ്വന്തം രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് പുത്രത്വം പിതാവായ ദൈവം പുത്രനിൽ കൂടെ നമുക്ക് നൽകി തന്നെങ്കിൽ, ഡിവൈൻ ഫാമിലിയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര അധികമായിട്ട് നാം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഞ്ചിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. We must be desirous of the presence of God always in our lives. Praise the Lord. In all walks of our life, that must be the prime motivation that drives us. I need the presence of God in my life. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വേണം എന്നുള്ള ഒരു ആഗ്രഹം, ആവേശമായിരിക്കണം നമ്മളെ മുന്നോട്ട് നടത്തണം. അബ്രഹാമും തൻ്റെ സന്തതികളും, എബ്രായ ലേഖനം 11:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജനറേഷൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കൈപ്പണിയല്ലാത്ത ദൈവം ശില്പിയായിട്ട് നിർമ്മിക്കുന്ന ആ ഭവനത്തിന് വേണ്ടി, ആ നാടിന് വേണ്ടി വാഞ്ചയോടെ കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്കുള്ള ആ വാഞ്ച എത്ര അധികമായിട്ട് നമുക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ അധികം മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ അതിലേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഈ ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞുകൊണ്ടുള്ള ചേർന്ന് തന്നെ അത് ഒന്നുകൂടെ ആവർത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡു നോട്ട് ലേ അപ്പ് ഫോർ യുവർ സെൽഫ് ട്രഷേഴ്സ് ഓൺ എർത്ത് where moth and rust destroy and thieves break in and steal. കള്ളന്മാരെ തുരന്നു മോഷ്ടിക്കുകയും പുഴുവടിച്ചല്ലെങ്കിൽ ദ്രവിച്ച് തുരുമ്പടിച്ചു പോവുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപം ആരുത്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, അങ്ങനെയെങ്കിൽ നമുക്കൊന്നും വേണ്ടേ, നമുക്കൊരു വീട് വേണ്ടേ, നമുക്കൊരു കാർ വേണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇതൊക്കെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. നല്ല ഭവനങ്ങളിൽ നിങ്ങൾ പാർക്കണം, നല്ല കാറുണ്ടെങ്കിൽ ദൈവം തരികയാണെങ്കിൽ മേടിക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആകരുത് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ അതിലാകരുത്, നിങ്ങളുടെ ഡ്രീം അതിലാകരുത്. എനിക്കിതുണ്ടാകണം, എനിക്ക് അവനെക്കാട്ടിലും വലിയ വീട് വേണം, ഇവനെക്കാട്ടിലും വലിയ കാർ വേണം, അവനെക്കാട്ടിലും കൂടുതൽ സമ്പത്ത് ഉണ്ടാകണം. ഇത് മണ്ണിൻ്റെ സ്വഭാവമാണ്, ഇത് മണ്ണിൻ്റെ സ്വഭാവമാണ്. അങ്ങനെയുള്ള ആഗ്രഹവും ആവേശവും മനസ്സിൽ വരുന്നെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ദൃഷ്ടിയും ഭൂമിയിലേക്കാണ്. എന്നാൽ ദൈവം തന്നത് നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട്, കർത്താവേ, ഇതും അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ആകണം. ഈ കാർ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഓടണം. ഈ ഭവനം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ ഹോം ആയിരിക്കണം. ഇവിടെ വിശ്വാസികൾ വരണം, ഇവിടെ കുട്ടികൾ വരണം, ഇവിടെ നീഡിയായിട്ടുള്ള ആളുകൾ വരണം, അവരിവിടെ സുവിശേഷം കേൾക്കണം, അവരെൻ്റെ കർത്താവിനെ കണ്ടെത്തണം. എൻ്റെ സമയം, എൻ്റെ ഹെൽത്ത്, എൻ്റെ എനർജി അതെല്ലാം കർത്താവിന് വേണ്ടി ആകണം. എനിക്കൊരു പ്രൈവസിയും വേണ്ട. നോ പ്രൈവസി. അതായിരിക്കണം ഒരു ക്രിസ്തു ഭക്തന്റെ ഡിസയർ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇവയൊക്കെ ലഭിക്കും. ദൈവം ഒരു നന്മയും നിങ്ങൾക്ക് മുടക്കുകയില്ല. എന്നാൽ വാട്ട് മാറ്റേഴ്സ് ഈസ് യുവർ ഡിസയർ, യുവർ ഹാർട്ട്സ് ഡിസയർ. ജീവിതത്തിൽ 1-ാം സ്ഥാനം പ്രയോറിറ്റി കർത്താവിന് കൊടുത്തു നോക്ക്. ദൈവം ബാക്കിയെല്ലാം തരും. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മനുഷ്യൻ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞേച്ചു, അല്ലെങ്കിൽ ഈയൊക്കെ പറയാം, അത് എളുപ്പമല്ല. അനുഭവത്തിൽ നിന്നായി പറയുന്നത്. ജീവിതത്തിൽ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തു. എൻ്റെ കുഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ അറിയാം. ഞാനൊരു ICPFൻ്റെ ഫുൾ ടൈം സ്റ്റാഫ് വർക്കർ ആയിരുന്നില്ലെങ്കിലും അതുപോലെ ഞാൻ ഓടി പ്രവർത്തിച്ചു. ഗ്രൂപ്പുകൾ നടത്തുമായിരുന്നു, സ്റ്റുഡൻസിനെ കാണുമായിരുന്നു. എൻ്റെ ഭവനം ഒരു ഓപ്പൺ ഹോമായിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾ വരും, കുട്ടികൾ വരും, വിദ്യാർത്ഥികൾ വരും, അവിടെ താമസിക്കും. രോഗമാകുകയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വരും, അവരെ ശുശ്രൂഷിക്കും. അവർക്ക് പണമില്ലാതെ വരുമ്പോൾ കൊടുത്ത് സഹായിക്കും. ഫീസ് ഇല്ലാത്തവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്.
ഇതൊക്കെ ദൈവസന്നിധിയിൽ വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്തുകൊണ്ട് എനിക്കൊരു കുറവും വന്നില്ല. ദൈവം എന്നെ ഉയർത്തിയതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഔദ്യോഗികമായിട്ട് ദൈവം എന്നെ ഉയർത്തി. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാക്കി, നാഷണൽ കോർഡിനേറ്ററായി, പ്രോജക്റ്റ് കോർഡിനേറ്ററാക്കി. ദൈവം ഉയർത്തിയതാണ്. പിന്നെ ലിസിൻ്റെ മമ്മിയും സെയിം മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷീ നോസ്. ദൈവം ഉയർത്താൻ ദൈവത്തിന് സാധിക്കും, നിങ്ങളെയും സാധിക്കും. പ്രൊവൈഡഡ് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിങ്കിലേക്കൊന്ന് മാറ്റിക്കേ. 1-ാം സ്ഥാനം ദൈവത്തിനൊന്ന് കൊടുത്ത് പരീക്ഷിച്ചേ, ബാക്കി മുഴുവൻ ദൈവം നോക്കിക്കൊള്ളും. ഒന്നിനും ഒരു കുറവ് വരാതെ. ഇന്നും ഞങ്ങൾ ഈ ഓടുന്നതെല്ലാം ഞങ്ങളുടേതായ ഇതില്ല. ഞാൻ ഇന്ത്യയിൽ നിരന്തരമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. നോട്ട് എ സിംഗിൾ പൈസ. ലീഡേഴ്സ് എല്ലാം അങ്ങനെ കേട്ടോ. ഞങ്ങളുടെ ലീഡേഴ്സ് എല്ലാം അങ്ങനെ. ICPF ലീഡേഴ്സ്, ഓൾ ഓഫ് us are like that. We don't take a single pie from the organization. ഞങ്ങളെല്ലാം ഞങ്ങളുടെ പൈസ മുടക്കിയാണ് ഈ നടക്കുന്നതെല്ലാം. ദൈവം അതിനായ ആവശ്യമായ ഇത് ചെയ്യാൻ വേണ്ടി ദൈവം പണം തന്നിട്ടുണ്ട് കേട്ടോ. ഞാനും പെൻഷനറാണ്, എൻ്റെ വൈഫുമാണ്. വി ഹാവ് നോ നീഡ് ഓഫ് എനി മണി. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രയോറിറ്റി അങ്ങോട്ട് മാറണം. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നില്ല എങ്കിൽ, ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമായിരുന്നു ശ്രദ്ധയെങ്കിൽ അതൊന്ന് മാറ്റണം. അതിനുവേണ്ടി പറയാ, ഈ സഭ നിങ്ങൾ സ്നേഹിക്കണം. ഈ സഭ നിങ്ങളുടെ ഭവനമാണ്, നിങ്ങളുടെ വീടാ. ഈ ആലയത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു കുറവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ വളരെ വേദനയോടെ ഇവിടെ ഒന്ന് പറഞ്ഞത്, you liberally give and God will liberally bless you. Praise the Lord. You experiment it in your life and see. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളതെല്ലാം കർത്താവേ നീ തന്നല്ലാതെ എനിക്ക് എന്തുള്ളൂ എന്ന് ഭക്തൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഉള്ളതെല്ലാം കർത്താവ് തന്നാണ്. കുഞ്ഞുങ്ങളെ, ആയുസ്, ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ് കേട്ടോ. ഏത് നിമിഷം എന്ത് സംഭവിക്കാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നാം ദൈവവിഷയമായിട്ട് സമ്പന്നരാകാതെ ഈ ലോകത്തിലുള്ള ധനവും മാനവും എല്ലാം കരുതി, എല്ലാം ചരതിച്ചു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം പൊടുന്നനെ ദൈവം നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ ശേഖരിച്ചു വെച്ചൊക്കെ ആർക്കാവും? യു ആർ നോട്ട് ഗോയിങ് ടു ക്യാരി ഇറ്റ്. ഇറ്റ് വിൽ ബിക്കം സംബഡി എൽസസ്. അതുകൊണ്ട് 1-ാം സ്ഥാനം ജീവിതത്തിൽ പ്രയോറിറ്റി ദൈവത്തിൽ. ഞാൻ ധനത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് കേട്ടോ. പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഐ എം ടോക്കിംഗ് അബൌട്ട് യു, ദ വെരി സെൽഫ്. ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. ദൈവത്തിന് കൊടുക്കുക, നിങ്ങളെ വിട്ടുകൊടുക്കുക. ലോർഡ്, ഐ ആം അറ്റ് യുവർ സർവീസ്. ഞാൻ നിന്റെ സേവനത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. എന്നാലാകുന്നത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും കർത്താവേ. മറ്റുള്ളവരോട് നിന്റെ സുവിശേഷം ഞാൻ ഐ വിൽ ഷെയർ യുവർ ഗുഡ് ന്യൂസ്. ഒന്ന് കമ്മിറ്റ് ചെയ്യേ നിങ്ങളെ തന്നെ. 1-ാമത്തെ പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവമാകട്ടെ. ബാക്കിയെല്ലാം പിന്നാലെ, എവറിത്തിങ് എൽസ്. മനോഹരമായ ഒരു പഴയ പാട്ടുണ്ട് കേട്ടോ. ഒരു ആ പാട്ടിങ്ങനെ, ഉലകിലെന്നരികിലായി പ്രിയമായ പലതും, അറിയാമോ? ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ആരാ പ്രിയൻ? ആരാ പ്രിയൻ? യേശു അല്ല. ഇതൊരു അമ്മച്ചി എഴുതിയ. ഉലകിൽ എൻ്റെ അരികിലായിട്ട് എനിക്ക് കപ്പയുണ്ട്, കാച്ചിലുണ്ട്, കൃഷിയുണ്ട്, നെല്ലുണ്ട്, വയലുണ്ട്, വീടുണ്ട്, എരുമയുണ്ട്, പശുവുണ്ട്. ഇതെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ വീട്ടുകാരനെയാണ്, എൻ്റെ ഹസ്ബൻഡിനെയാണ്. അമ്മച്ചി എഴുതിയ പാട്ടാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണ്. ഇതെല്ലാം പ്രിയമായ പ്രിയൻ. എന്നാൽ അടുത്ത വരി എന്താണെന്നറിയാമോ? എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുമ്പിലായി അലിഞ്ഞുപോവും ഇവയെല്ലാം മഞ്ഞുപോലെ. മനസ്സിലായോ? എനിക്ക് ഒത്തിരി സ്നേഹം എൻ്റെ ഭർത്താവിനോടുണ്ട്, എൻ്റെ സമ്പത്തിനോടുണ്ട്. എന്നാൽ ഈ സ്നേഹം എൻ്റെ കർത്താവിൻ്റെ ക്രൂസിലെ സ്നേഹവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോക സ്നേഹങ്ങളെല്ലാം അതിൻ്റെ മുമ്പേ മഞ്ഞുപോലെ ഉരുകിപ്പോവും. എന്തൊരു കമ്മിറ്റ്മെൻറ്റ്. അമ്മച്ചി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആരാണെന്ന് ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ആ കാലിൽ ഒന്ന് നമസ്കരിക്കാനായിട്ട്. വാട്ട് എ ലവ് കർത്താവിനോട്. ഈ ലോകത്തിൽ 1-ാം സ്ഥാനം കർത്താവിന്. നിൻ്റെ ഭർത്താവിനേക്കാൾ ഉപരിയായിട്ട്, നിൻ്റെ ഭാര്യയെക്കാൾ ഉപരിയായിട്ട്, നിൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരിയായിട്ട്, മാതാപിതാക്കളെക്കാൾ ഉപരിയായിട്ട് കർത്താവായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ 1-ാം സ്നേഹം. എവ്രി അതർ ലവ് കം സെക്കൻഡറി. പ്രൈസ് ദി ലോർഡ്.
അപ്പം നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റിയുടെ ഒന്നാം സ്ഥാനം അതാണ് പറയുന്നത്. ഈ ലോകത്തിൽ നിന്ന് കണ്ണൊന്ന് പറിച്ചിട്ട് ഉയരത്തിലേക്ക് നോക്കുക. ധനവും മാനവും ഒന്നുമല്ല, നമ്മളെ തന്നെ മുകളിലേക്ക് ഉയർത്തുവാൻ കർത്താവ് പറയും. എൻ്റെ കാരണം 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാരണം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് വി ആർ ഡെഡ്, ദാറ്റ് ഈസ് ടു പ്രസൻറ്റ് തിങ്സ് ഓഫ് ദ വേൾഡ്. നാം 3-ാമത്തെ വാക്യം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ. 1-ാമത്തെ കാരണം അതാ, വി ആർ ഡെഡ് ടു ദ വേൾഡ്. വി ആർ ഡെഡ് ടു ദ വേൾഡ്ലി തിങ്സ്. വി ആർ ഡെഡ് ടു ദ വേൾഡ്ലി അഫെയർസ്. ലോകപരമായിട്ട് നാം മരിച്ചു. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ സ്നേഹവും അതിൻ്റെ പാഷൻസും അതോടുകൂടെ മരിച്ചു. അങ്ങനെ എണ്ണാമോ പ്രിയ സഹോദരങ്ങളെ? ഈ ലോകസ്നേഹം ഇനി എനിക്കുണ്ടാകില്ല. ലോകത്തെ അല്ല ഞാൻ സ്നേഹിക്കുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ്, പണം എനിക്ക് ആവശ്യമാണ്. പക്ഷെ പണമല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്, ഞാൻ പണത്തിനെ നിയന്ത്രിക്കണം. മണി ഈസ് ഗിവൺ ടു മീ ടു കൺട്രോൾ ഇറ്റ്. ഐ ആം ഗോയിങ് ടു യൂസ് ഇറ്റ്. മണി ഷുഡ് നോട്ട് യൂസ് യു. വെൽത്ത് ഷുഡ് നോട്ട് യൂസ് യു. ഇറ്റ് ഷുഡ് ബി ദി അതർ വേ, വൈസ് വേഴ്സ. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് ഈ മണ്ണല്ല, വി ആർ ഡെഡ് ടു ദ വേൾഡ്. വി ആർ ഡെഡ് ടു ദ വേൾഡ്. All the passions, all the attachments, all the attractions that was so strongly pulling us towards the world and worldliness, we say no to it. Praise the Lord. We have been crucified. We are dead. That is what Galatians 6:14 says. Every Christian is crucified to the world and the world is crucified to him. ഇതാ, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ലോകം എന്നെ കാണണമെങ്കിൽ ഈ ക്രൂശിൽ കൂടെ വേണം കാണാൻ. ഞാൻ ലോകത്തെ കാണണമെങ്കിലും ഈ ക്രൂശിൽ കൂടെ വേണം കാണാൻ. ഇത് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപയിൽ നിൽക്കുന്ന എല്ലാ വിശ്വാസിയും പറയേണ്ടതാ. ലോകത്തെ ഞാൻ കാണുന്നുവെങ്കിൽ ഒരു വിലയിരുത്തൽ അത് ക്രൂശിൽ കൂടെ, ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ ക്രോസ്, വെദർ ദിസ് ഈസ് ഗുഡ് ടു മീ ആസ് എ ക്രിസ്ത്യൻ ഓർ നോട്ട്. ലോകം എന്നെ കാണുമ്പോഴും അങ്ങനെ തന്നെ വേണം, ക്രൂശ് വേണം നമ്മുടെ മുമ്പിൽ. മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, ഇപ്പം മീഡിയ ആണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ. എങ്ങനെ കുക്ക് ചെയ്യണം, എന്ത് കുക്ക് ചെയ്യണം. കുക്കിംഗ് ഹാസ് ബിക്കം സോ ഈസി അല്ലേ? ഞാൻ ഇന്നലെ മോളോട് ചോദിച്ചു, മോളെ ഇതാണോ? അവൾ പറഞ്ഞു, അല്ല മമ്മി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. Every aspects of our life is now determined and decided by സോഷ്യൽ മീഡിയ. നമ്മൾ എവിടെയൊക്കെ പോയിരിക്കുക നോക്കി. എന്നെ ഒത്തിരിയധികം പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും വാർത്ത കേൾക്കാൻ ഇപ്പോൾ അതാ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ നാട്ടിലെ വാർത്തകളൊക്കെ കേൾക്കണേ, ഇതൊക്കെ നോക്കിയല്ലേ പറ്റുള്ളൂ. നമ്മളെ നിയന്ത്രിക്കുന്ന പോലും ഈ ആധുനിക യുഗത്തിലെ കാലത്തിലെ ഇതുപോലുള്ള ഗാഡ്ജറ്റ്സുകളാണ്. അപ്പം അതിൽ നിന്ന് ഒരു വ്യത്യാസം, ഒരു അകൽച്ച വേണമെങ്കിൽ നാം ഒരു നിർണയം എടുക്കണം. ഈ കാര്യം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഇത്, ഇറ്റ് ഈസ് ക്രൂസിഫൈഡ്. ഐ ആം ക്രൂസിഫൈഡ് ടു ഇറ്റ് ആൻഡ് ദാറ്റ് ഈസ് ക്രൂസിഫൈഡ് ടു മീ. ഈ കണ്ണാടിയിൽ കൂടെ ഞാൻ നിങ്ങളെ കാണുന്ന പോലെ ഐ ക്യാൻ സീ ഓൾ യുവർ ഫേസ് സോ ഗുഡ് ആൻഡ് നീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ. ബട്ട് ഇഫ് ഐ ടേക്ക് ഇറ്റ് ഓഫ്, യുവർ ഫേസ് ഹസ് ബിക്കം വെരി ബ്ലർഡ്. നിങ്ങളുടെ മുഖമൊക്കെ വികൃതമായിട്ടാണ് കാണുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ വെൻ ഐ ലുക്ക്, അല്ലേ മോനെ, യുവർ സ്പെക്സ് ഓൾസോ ലൈക്ക് ദാറ്റ്, ഇസന്റ് ഇറ്റ്? വെൻ വി ലുക്ക് ത്രൂ എ ഗ്ലാസ് വി സീ ക്ലിയർ ഇമേജ്. But when take it off, what happens? You get blurred images. When you look through the cross at the world, you will clearly know that is sinful to me. I should not. That should not have a dominion over me. It should not command on me and my perspectives, because I belong to the Lord. I will look at it only through the cross and let it look at me only through the cross. അതാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അതിനാൽ ക്രൂശിനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ക്രൂശിൻ്റെ വചനം വല്ലപ്പോഴൊക്കെ നിങ്ങൾ കേൾക്കണം. കർത്താവിൻ്റെ ദാസൻ പറയും, മിഥ്യമായിട്ടും പറയും. ഈ ക്രൂശിന് പെന്തക്കോസ്തുകാർ എങ്ങനെയൊക്കെയോ ക്രൂശിന് ഒരു ചെറിയൊരു അകൽച്ച, ആ രൂപമൊക്കെ കാണുമ്പോൾ അതൊരു രൂപമൊക്കെ ആരാധിക്കൊന്നും വേണ്ട, അത് ആരാധനയുടെ വസ്തുവല്ല. പക്ഷേ
you should understand the significance of cross. It is on that cross where our Lord hung. He became a curse for us. നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയപ്പോൾ അവൻ നമുക്ക് വേണ്ടി പാപവും ശാപവുമായിട്ട് മാറുകയായിരുന്നു. അതുകൊണ്ട് നാം ആ ക്രൂശിൽ കൂടെ വേണം എപ്പോഴും ലോകത്തെ കാണുവാൻ. ഏതെങ്കിലും ഒരു ഇമേജാകുന്ന ക്രൂശിൽ കൂടെ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ക്രൂശിനാൽ ക്രൂശിക്കപ്പെട്ടതായിരിക്കണം. നമ്മുടെ പഴയ സ്വഭാവം, കാർണൽ നേച്ചർ, ഓൾ ക്രൂസിഫൈഡ്. ആൻഡ് കൗണ്ട് യുവർ സെൽഫ് ആസ് ഡെഡ്. ഐ എം ഡെഡ് ടു ദ വേൾഡ്. Dead bodies don't talk. It cannot talk. It cannot get up. It cannot act. And so is your past nature. Count it as dead for all the time. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. What does it mean? You count yourself crucified every day and walk after me. Every day it's a walking after the Lord with crucifixion in your heart. And what is that? What does that crucifixion means? I am crucified to the world and the world is crucified to me. ഓരോ ദിവസവും ഈ ക്രൂശ് ചുമന്നുകൊണ്ട് ക്രിസ്തുവിനെ പിൻഗമിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പം സോ വി ആർ ഡെഡ് ടു ദ വേൾഡ്. രണ്ടാമത്, അവർ ട്രൂ ലൈഫ് ലൈസ് ഇൻ അനദർ വേൾഡ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ ആഗ്രഹം, നമ്മുടെ വാസസ്ഥലം എവിടെയാ? അത് സ്വർഗത്തിലാണ്. അതാണല്ലോ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ വീണ്ടും നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഭാഗം ഒന്നുകൂടെ നേരത്തെ കൊലോസ്യ ലേഖനം let me come to that. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. വി ആർ ഹിഡ് ഇൻ ക്രൈസ്റ്റ്. യേശു ഇപ്പം എവിടെ ഇരിക്കുന്നത്? പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിന്റെ അർത്ഥം പൊസിഷനലി, സ്റ്റാറ്റസ് വൈസ് വി ആർ ഇൻ ക്രൈസ്റ്റ് who is seated on the right hand side of God in heavenly places. അപ്പോൾ നമ്മൾ ശരിക്കും എവിടെ? സ്വർഗത്തിൽ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. വി ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. പൊസിഷനിൽ നാം ഹെവനിൽ തന്നെയാണ്. കാരണം സ്വർഗരാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചു. കർത്താവിനെ പറഞ്ഞല്ലോ, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഹിയർ. ഇറ്റ് ഈസ് റൈറ്റ് ഹിയർ. കർത്താവായ യേശുവാണ് കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുന്ന വ്യക്തി സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധിച്ചിരിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, പൊസിഷനലി വി ആർ സീറ്റഡ് ഇൻ ഹെവൻ, പക്ഷേ ഫിസിക്കലി വി ആർ സ്റ്റിൽ ഹിയർ. കാനവച്ചൻ എപ്പോഴും ഈ പ്രത്യാശയെക്കുറിച്ച് തൻ്റെ പ്രസംഗങ്ങളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എപ്പോഴും തനാതാര് പറയുന്നു. അത് കൺക്ലൂഡ് ചെയ്യുമ്പോഴും അദ്ദേഹം അതേ ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. യുനോ, he has gone to that place now. Praise the Lord. എത്ര പ്രത്യാശയോടെ അദ്ദേഹം പോയി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൻ്റെ വാഞ്ച അതാകട്ടെ, നമ്മുടെ ലക്ഷ്യം അതാകട്ടെ. നാം ഈ ലോകത്തിൻ്റെ സിറ്റിസൺസ് അല്ല. ഫിലിപ്പിയർ ലേഖനം 3:20 പറയുന്നു, വി ആർ നോട്ട് ദ സിറ്റിസൺസ് ഓഫ് ദിസ് വേൾഡ്. നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് വരുന്നത് ഇങ്ങനെ പ്രത്യാശയോടെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും പറയുന്നുണ്ട്, 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ഹെവൻലി പ്ലേസസിൽ കർത്താവിൽ ഇരുത്തിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് വെരി ക്ലിയർ, വി ആർ പൊസിഷനലി സീറ്റഡ് ഇൻ ഹെവൻ, ബട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് ടു കം, സോ ദാറ്റ് ഫിസിക്കലായിട്ട് നമുക്ക് സ്റ്റാറ്റസിന് ഒരു എലിവേഷൻ കിട്ടും. ഇതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പലപ്പോഴും പ്രത്യാശയോടെ പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാണ്, രണ്ടായാലും സമമാണ്. ജീവിക്കുന്ന ഞാൻ ക്രിസ്തുവിലാണ്, സ്വർഗത്തിലാണ്, മരിച്ചാൽ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ഒരു വിശ്വാസിയുടെ സാക്ഷ്യം. എനിക്ക് ജീവിച്ചാലും ക്രിസ്തു, മരിച്ചാലും ക്രിസ്തു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ, ദൈവസേനയിൽ, പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുകയാണ്. ശാരീരികമായിട്ട് ഞാനിവിടെ മരിക്കുമ്പോൾ അക്ഷരികമായിട്ട് ഞാൻ അവിടേക്ക് ഉയർത്തപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ ഹോപ്പ് that the Lord has given us, the eternal hope. മൂന്നാമത്തെ കാര്യം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ്. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, നാം എല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കേണ്ട കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് ഗോയിങ് ടു കം ബാക്ക് സൂൺ. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ഈ ലോക സംഭവങ്ങളെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായെന്നുള്ളതാണ്. അക്ഷരികമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട നമ്മുടെ സമയം അടുത്തിരിക്കുകയാണ്. അവൻ്റെ സമയം ത്വരിതപ്പെടുത്തുവാനായിട്ട്, അവൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാനായിട്ട് നാം ചെയ്യേണ്ട പ്രവൃത്തി എത്രയും വേഗം സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുമ്പോൾ, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നാം മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും ആകാശത്തിൽ മേഘങ്ങളിൽ അവനോടുകൂടെ എടുക്കപ്പെടും. ഈ പ്രത്യാശയാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സ് ആശ്വസിക്കട്ടെ, ബലപ്പെടട്ടെ, ധൈര്യപ്പെടട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇവിടെ അല്ല, കാരണം പൊസിഷണലി വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. കേട്ടോ, ക്രിസ്തുവിനോടുകൂടെയാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മുടെ സിറ്റിസൺഷിപ്പ് അവിടെയാണ്. എന്നാൽ അത് പാസ്പോർട്ടിൽ അടിച്ച് നമുക്ക് തരാൻ പോകുന്നത് കർത്താവിൻ്റെ വരവിങ്കിൽ വിസ തന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാം. പാസ്പോർട്ട് ഇപ്പം കിട്ടി, വിസ സ്റ്റാമ്പും ഉണ്ട്, പക്ഷേ അങ്ങോട്ട് ഇതുവരെ യാത്ര നടന്നിട്ടില്ല. അത് നടക്കാൻ പോകുന്നത് ഒന്നുകിൽ നാം കർത്താവിൻ്റെ വരവിന് മുമ്പേ മരിക്കും പ്രത്യാശയിൽ, നാം അങ്ങോട്ട് പോകും. അതല്ല എങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് വരുമ്പോൾ രൂപാന്തരം പ്രാപിച്ച്, ഹല്ലേലൂയ, നാം അവനോടൊപ്പം വാനമേഘങ്ങൾ എടുക്കപ്പെടും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിലും യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, കൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് യോഹന്നാൻ പറയുകയാണ്, നാം അവനെ കാണുമ്പോൾ അവനിരിക്കുന്ന പോലെ നാമും ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. സോ വൺ ഡേ വി ആർ ഗോയിങ് ടു ബി ലൈക്ക് ഹിം. പ്രൈസ് ദി ലോർഡ്. നാം അവനോട് സമനായിട്ട് രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമായ പദവി! അങ്ങനെയെങ്കിൽ ഈ മണ്ണിൽ കിടന്ന് മാലിന്യങ്ങൾ തപ്പാതെ നമ്മുടെ ഹൃദയം, നമ്മുടെ ആവേശം, നമ്മുടെ ആഗ്രഹം ഉന്നതികളിലേക്കാകട്ടെ, സ്വർഗത്തിലേക്കാകട്ടെ. നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടൊന്ന് ഉയർത്താം. ഈ ലോകത്തിൽ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമാണ്. ആവശ്യത്തിൽ അധികമായിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ ദൈവത്തിന് വേണ്ടിയാകട്ടെ, അവനിലേക്കുള്ള നിക്ഷേപമാകട്ടെ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലേക്കാകട്ടെ. അത് കേവലം ധനം മാത്രമല്ല, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ എല്ലാം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ദൈവം ധാരാളമായിട്ട് നിങ്ങളെ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിൽ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ലോകത്തിലും ഐശ്വര്യമായിട്ട് ജീവിപ്പാൻ ദൈവം സാഹചര്യങ്ങൾ തരും. അതുകൊണ്ട് ആ ലക്ഷ്യം ഒന്ന് മാറ്റുക, പൂർണ്ണമായിട്ട് കർത്താവിങ്കിലേക്ക് അത് അർപ്പിക്കുക, അവനിൽ ശരണപ്പെടുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദിയും സഭയിലെ എല്ലാ സഹോദരങ്ങളുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ സഭ ഒരു തികഞ്ഞ സഭയായിട്ട് മാറണം. എല്ലാത്തിലും ഒരു മിഷൻ ഔട്ട്ലുക്കിൽ, നിങ്ങളുടെ ഫെയ്ത്തിൽ. പ്രിയ സഹോദരങ്ങളെ, ഫെയ്ത്തൊക്കെ പെന്തക്കോസ്തോളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ അതിനൊന്നും വശംവദരാകരുത്. ഈ നിർമ്മല സുവിശേഷം, ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ, പത്യവചനത്തെ സത്യമായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട്, ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്ക്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തരും. ഗോഡ് ബ്ലെസ്.